സൗദിയിൽ സ്പോൺസർമാരിൽ നിന്നും ഒളിച്ചോടിയ ഇന്ത്യക്കാർക്ക് സ്വദേശത്തേക്ക് മടങ്ങാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സ്വാഭാവികമായും കാലതാമസം ഉണ്ടാകുമെന്ന് വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദ് ജിദ്ദയിൽ പറഞ്ഞു. ജിദ്ദയിൽ മാത്രം 433 ഇന്ത്യക്കാർ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതായും മന്ത്രി അറിയിച്ചു. സൗദിയിൽ സ്പോൺസർമാരിൽ നിന്നും ഒളിച്ചോടിയതായി ആരോപിക്കപ്പെടുന്ന ഹുറൂബി കേസിൽ കുടുങ്ങിയവരിൽ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത എല്ലാ ഇന്ത്യക്കാർക്കും ജൂലൈ 31-നകം സ്വദേശത്തേക്ക് മടങ്ങാൻ അവസരമൊരുക്കുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദിന് ഉറപ്പു നൽകിയിരുന്നു. ഇത് നടപ്പിലാക്കുന്നതിന് സ്വാഭാവികമായ കാലതാമസമുണ്ടാകുമെന്ന് ഇ അഹമ്മദ് പറഞ്ഞു. സൗദി ഭരണകൂടവും സൗദി ഗവൺമെന്റും അനുഭാവപൂർവമായ നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷെ അത് സ്വീകരിച്ചത് കൊണ്ട് പത്രങ്ങളിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഉടനെ പാസ്പോർട്ട് വിസ തരൂ, തരൂ, ഞങ്ങൾക്ക് പോകണം എന്ന് പറയുന്നത് കുറച്ച് സമയം അതിന് സ്വാഭാവികമായി. ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ജൂലൈ 31-ന് മുമ്പ് തീർക്കാനുള്ള നടപടികളും സൗദി അറേബ്യൻ ഗവൺമെന്റ് എടുക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പു തന്നിരിക്കുന്നു. സ്പോൺസർമാരുടെ സഹകരണം മൂലം ഹുറൂബി കേസിൽ കുടുങ്ങിയ പലരും ഇതിനകം സ്വദേശത്തേക്ക് മടങ്ങിയതായി അഹമ്മദ് പറഞ്ഞു. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പരിധിയിൽ 433 ഇന്ത്യക്കാർ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതായി അഹമ്മദ് പറഞ്ഞു. കൊലപാതക കേസിൽപ്പെട്ട 11 പേരും വ്യാജരേഖാ കേസിൽപ്പെട്ട 198 പേരും മയക്കുമരുന്ന് കേസിൽപ്പെട്ട 41 പേരും ഇതിൽപ്പെടും. ജിദ്ദയിൽ KMCC ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.